കഠിനംകുളം ആതിര കൊലക്കേസിലെ പ്രതി ജോൺസൺ ഔസേപ്പ് ആ ശപിക്കപ്പെട്ട ദിവസത്തെ ഓർത്തിപ്പോൾ മനസ്തപിക്കുന്നുണ്ടാകുമോ? ഒരു യുവതിയുടെ ജീവനെടുത്തതോടെ ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ എത്രത്തോളം സങ്കടപ്പെടുത്തുന്നതാണ്. ജോൺസന്റെ 3 മക്കളും ആ അച്ഛനെ ഓർത്ത് ലജ്ജിക്കുന്നുണ്ട്. ആത്മഹത്യക്ക് ശ്രമിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ജോൺസൺ കുറ്റമെല്ലാം സമ്മതിച്ചു. ആരോഗ്യനിലയിൽ പുരോഗതി ഉള്ളതിനാൽ 2 ദിവസത്തിനുള്ളിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. തുടർന്ന് ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം. നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിരീക്ഷണമാണ് ജോൺസൺ ഔസേപ്പിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയോടെ ഇത് പൂർത്തിയാകും. തുടർന്ന് നാളെ നടക്കുന്ന പരിശോധനയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. നാളെ അവധി ദിവസമായതിനാൽ ഡിസ്ചാർജ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. വിഷം കഴിച്ചിട്ടുണ്ടെങ്കിലും പ്രതി ജോൺസന്റെ ആരോഗ്യനില അപകടാവസ്ഥയിൽ നിന്ന് തരണം ചെയ്തു. അതേസമയം കസ്റ്റഡിയിലുള്ള പ്രതിയായതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത കാട്ടാനാണ് ഡോക്ടർമാരുടെയും പോലീസിന്റെയും തീരുമാനം. അറസ്റ്റ് ചെയ്ത ശേഷം ആരോഗ്യനിലയ്ക്ക് പ്രശ്നം വന്നാൽ അത് പ്രതിസന്ധിയാകുമെന്ന് പോലീസും കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ചൊരു നീക്കത്തിന് പോലീസ് തയ്യാറല്ല. ഡിസ്ചാർജ് ആയ ശേഷം തിരുവനന്തപുരത്ത് എത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പടക്കം നടത്തിയാകും തുടർ നടപടികൾ. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം.